KSRTC എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ ട്രേഡ് യൂണിയനുകൾ, ഇപ്പോൾ ട്രേഡ് യൂണിയനുകൾ മറ്റെല്ലാ സ്ഥാപനങ്ങളിലും ട്രേഡ് യൂണിയനുകൾ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതിന് ഘടകവിരുദ്ധമായിട്ടാണ് KSRTCയിൽ ട്രേഡ് യൂണിയൻ പ്രവർത്തിക്കുന്നത്. ഞാനിത് പറയുന്നതിൻ്റെ ഉദ്ദേശം KSRTCയിൽ നിലവിൽ 3 ട്രേഡ് യൂണിയനുകൾക്കാണ് അംഗീകാരമുള്ളത്. അതിൽ പ്രധാനമായിട്ട് CITU പ്രദാനം ചെയ്യുന്ന അസോസിയേഷൻ എന്ന് പറയുന്നു. രണ്ടാമതായിട്ട് ഡ്രൈവേഴ്സ് യൂണിയനും INTUCയും കൂടി ചേർന്നുള്ള TDF എന്ന് പറയുന്നൊരു സംവിധാനം. മൂന്നാമതായി കഴിഞ്ഞ റഫറണ്ടത്തിൽ അംഗീകാരം കിട്ടിയ BMS. അപ്പം KSRTC MD ബിജു പ്രഭാകർ ഒരുപാട് പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ട്, അതായത് KSRTC ജീവനക്കാർ ലോകത്തിലെ ഒരു തൊഴിലാളികളും നേരിടാത്ത വിധം, ഒരു തൊഴിലാളികളും എന്ന് പറയുമ്പോൾ ഏകാധിപത്യ ഭരണാധിപന്മാർ ഭരണം നടത്തുന്ന രാജ്യങ്ങളിലെ തൊഴിലാളികൾ പോലും നേരിടാത്ത അതിക്രൂരമായ പീഡനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ KSRTC MD പറയുകയാണ്, ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഇടയിലും ഈ ട്രേഡ് യൂണിയൻ നേതാക്കൾ എനിക്കൊപ്പമാണ് എന്ന് പറയുകയാണ്. ട്രേഡ് യൂണിയനുകൾ എനിക്കൊപ്പമാണ്. പിന്നെ ഏതോ ചെറിയ 10% ആളുകൾ, അത് വെൽഫെയർ അസോസിയേഷനെ ഉദ്ദേശിച്ചാണ് ബിജു പ്രഭാകർ അത് അന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ അതിൻ്റെ ഓഡിയോ കേൾപ്പിക്കും. ഇപ്പം ഞാൻ പടിയിറങ്ങുമ്പോഴത്തേക്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരുൾപ്പെടെ താഴെ വരെയുള്ള ATO, അസിസ്റ്റൻറ്റ് വർക്ക്സ് മാനേജർ, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് ഡിപ്പോ എഞ്ചിനീയേഴ്സ് തുടങ്ങി എല്ലാ തലങ്ങളിലും പ്രൊമോഷൻ കൊടുത്തിട്ടാണ് ഇറങ്ങുന്നത്. ആ ശമ്പളത്തിൻ്റെ കാര്യത്തിൽ പുതിയ മന്ത്രി അത് അദ്ദേഹം പ്രതിജ്ഞാബദ്ധമാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു മുൻകൈ എടുത്ത് നമുക്ക് ആ ശമ്പളമൊക്കെ കൃത്യമായിട്ട് തരുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും എനിക്ക് വളരെയധികം നന്ദിയുണ്ട് നിങ്ങളോട്. അപൂർവം ചില ആൾക്കാർ പ്രശ്നകാരികളായിട്ട് മാത്രമുള്ളതാണ്. ആ കോടതിയിൽ ഈ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, വ്യാപകമായി മീഡിയയിൽ വന്നിട്ടുള്ള കാര്യമാണ്. അല്ലാതെ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. ഒരു 85%, 90%, ഇവൻ 95% ആൾക്കാരും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. അതിനൊന്നും യാതൊരു സംശയമില്ല. കുറച്ച് പേർക്ക് മറ്റ് പ്രശ്നങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് തൊഴിലൊക്കെ, ഞാൻ ആദ്യകാലങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ മറ്റ് തൊഴിലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് താല്പര്യമില്ല. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ട്രേഡ് യൂണിയനുകൾ എന്തിനാണ് ഇവരെ ഈ റഫറണ്ടത്തിലൂടെ ജീവനക്കാർ തിരഞ്ഞെടുത്ത് മാനേജ്മെൻറ്റുമായി ബാർഗെയിൻ ചെയ്യാനാണ്. ഒരു ബാർഗെയിനിങ് ഏജൻസി എന്നാണ് ഇത് പറയുന്നത് തന്നെ. പക്ഷേ ഇവർ മാനേജ്മെൻറ്റ് ചെയ്ത എല്ലാ കന്നം തിരിവുകൾക്കും എല്ലാ തൊഴിലാളി പീഡനങ്ങൾക്കും ഒത്താശ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കോഴിക്കോട് ഒരു കണ്ടക്ടർ ആത്മഹത്യ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്ത് അല്ലെങ്കിൽ ഹോം ഡിപ്പോയിൽ നിന്ന് ദീർഘദൂര അകലയിലുള്ള കോഴിക്കോടിലേക്ക് പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം കോഴിക്കോട് ജോലി കിട്ടിയതുകൊണ്ട് എന്തിനാണ് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യം എന്ന്. അവിടെ പ്രശ്നം ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു ജീവിത സാഹചര്യം, ആ ജീവിത സാഹചര്യത്തെ മെച്ചപ്പെടുത്താനാണ് ഒരു മനുഷ്യൻ ജോലി തേടുന്നത്. അവൻ്റെ കുടുംബം, അവൻ്റെ മാതാപിതാക്കൾ, അച്ഛനമ്മ, അവൻ്റെ ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യ, മക്കളുണ്ടെങ്കിൽ മക്കൾ, ഇതാണൊരു കുടുംബമായിട്ട് മനുഷ്യൻ കണക്കാക്കുന്നത്. ആ കുടുംബത്തെ വളർത്താനാണ് തൊഴിൽ അന്വേഷിക്കുന്നത്. പക്ഷേ KSRTCയിൽ വരുന്ന ഓരോരുത്തരും കുടുംബജീവിതം മറക്കണം, ദാമ്പത്യ ജീവിതം അതായത് നിശ്ചിതമായിട്ട് വരികയാണ്. അപ്പോൾ ഞാൻ സംശയിക്കുന്നത് ബിജു പ്രഭാകർ കുറച്ച് കാലം കൂടി നിൽക്കുകയാണെങ്കിൽ ഈ KSRTC ജീവനക്കാരെ വരിയെടുത്ത് വരുന്ന ഒരു പരിപാടി ആസൂത്രണം ചെയ്യുമെന്ന് എനിക്ക് സംശയമുണ്ട്. അത് വരിയെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പഴയ കാലത്തെ കാരണന്മാർക്കൊക്കെ അറിയാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പം ഇവിടെ MD പറയുകയാണ് എല്ലാ യൂണിയനുകളും സഹകരിക്കുന്നു എന്ന്. ഇവിടെയാണ് പ്രശ്നം. MD തരുന്ന ചായ വാങ്ങി കുടിച്ചുകൊണ്ട് തൊഴിലാളി ഒറ്റ കൊടുക്കാനാണോ നിങ്ങളെയൊക്കെ തിരഞ്ഞെടുത്തിട്ടുള്ളത്? നിങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് ആ ട്രാൻസ്ഫറും അതർ ഡ്യൂട്ടി സുഖവാസ കേന്ദ്രവും ഒരുക്കുക എന്നുള്ളതാണോ തൊഴിലാളി സംഘടനയുടെ ലക്ഷ്യം? ശമ്പളം 2 ഗഡുക്കളായി നൽകുകയാണ്. ആ ഗഡുക്കൾ പോലും കൃത്യതയില്ല. KSRTC വരുമാനം കൊണ്ടെത്തിക്കുന്നതിൽ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ 4ാം സ്ഥാനത്താണ് എന്നുള്ളൊരു കണക്ക് അടുത്തിടയ്ക്കാണ് വരുന്നത്. അപ്പോൾ 4ാം സ്ഥാനത്ത് വരുമാനം കൊടുക്കുന്നൊരു പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ നിൽക്കുമ്പോഴും KSRTC ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കുന്നില്ല. അവിടെ മാനേജ്മെൻറ്റിൻ്റെ മേധാവിയായിട്ടുള്ള MD പറയുന്നു എല്ലാ യൂണിയൻകാരും എന്നോട് സഹകരിക്കുന്നുവെന്ന്. ഇവിടെയാണ് സാധാ ജീവനക്കാർ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഒരു MD പറയുകയാണ് എല്ലാ യൂണിയനുകളും ഞാനുമായി എല്ലാ അംഗീകൃത യൂണിയനുകളും സഹകരിക്കുന്നു. ഈ സഹകരണമാണ് ഈ ശാപത്തിൻ്റെ കാരണം. എങ്ങനെയാണ് ട്രേഡ് യൂണിയനുകൾക്ക് മാനേജ്മെൻറ്റിൻ്റെ വക്താവായിട്ടുള്ള CMDയുമായി ഐക്യപ്പെടാൻ പറ്റുന്നത്? ഐക്യപ്പെടേണ്ട എന്ത് സാഹചര്യമാണ് KSRTC നിലനിൽക്കുന്നത്?
ശമ്പള വർധനവ് കൂട്ടിച്ചോദിക്കേണ്ടത്, ഡി എ കുടിശ്ശിക, മുടങ്ങിക്കിടക്കുന്ന ഡി എ കുടിശ്ശിക ലഭ്യമാക്കേണ്ടതിന് ചോദിക്കേണ്ടതിന്, ഇവിടുത്തെ ഡ്യൂട്ടി സമയം വർദ്ധിപ്പിച്ചതിനെതിരെ പ്രതിഷേധിക്കേണ്ടതിന് പകരം ശമ്പളം 2 ഗഡുക്കളായി തരുന്ന ഒറ്റ ഗഡുവായി തന്നാൽ മതി എന്ന് നിലവിളിക്കുന്ന അവസ്ഥയിലേക്ക് ജീവനക്കാരെ കൊണ്ട് എത്തിക്കുന്നത് ആരാണ്? അതുകൊണ്ട് അതാണ് MD ബിജു പ്രഭാകരൻ പറയുന്നത്. ഈ KSRTCയിലെ ട്രേഡ് യൂണിയനുകൾ, അംഗീകൃത ട്രേഡ് യൂണിയനുകൾ വളരെയധികം സഹകരിക്കുന്നു. 10% വരുന്ന ബാക്കിയുള്ളവരാണ് പ്രശ്നം എന്നുള്ളതാണ്. ഈ 10% എന്നും ബിജുവിന് തലവേദന സൃഷ്ടിക്കട്ടെ. ഈ നൽകുന്ന ചായ വാങ്ങി കുടിച്ചിട്ട്, അതായത് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച തൊഴിലാളികളെക്കാൾ മാനേജ്മെൻറ്റ് വെച്ച് നീട്ടുന്ന വിഷകരമായിട്ടുള്ള ആ പാൽപാനീയത്തിൽ രുചി കണ്ടെത്തുന്ന ചതിയന്മാരായി മാറിയിരിക്കുന്ന ഇത്തരം തൊഴിലാളി വഞ്ചകരെ ജീവനക്കാർ തിരിച്ചറിയട്ടെ. പ്രതിഷേധം, പ്രതികരണവും ഇനി വരുന്ന റഫറണ്ടത്തിൽ ബാലറ്റിലൂടെ അവർ രേഖപ്പെടുത്തട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും KSRTC മാനേജ്മെൻറ്റിനോടൊപ്പം ചേർന്നുകൊണ്ട് തൊഴിലാളി യൂണിയനുകളാണ് ഇന്ന് KSRTCയിലെ തൊഴിലാളികൾക്ക്, കാരണം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ, ഈ നാടിൻ്റെ മുമ്പിൽ, കുടുംബങ്ങളുടെ മുമ്പിൽ, ബന്ധുക്കളുടെ മുമ്പിൽ KSRTC ജീവനക്കാരനെ അപമാനിതനാക്കി നിർത്തുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ ട്രേഡ് യൂണിയനുകളാണ്. അത് KSRTC MD ബിജുവിൻ്റെ വാക്കുകളിൽ നിന്നും അതിനെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അടുത്തൊരു റഫറണ്ടത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് KSRTCയിലെ ജീവനക്കാർ ആത്മാർത്ഥമായി ഒരു സ്വയം വിമർശനപരമായ ആത്മശോധന നടത്തേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്.